ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗൈസ്, അല്ലേ? ഫുഡി വീഡിയോ നമ്മുടെ ആണെങ്കിൽ 3-4 ദിവസം കൊണ്ട് പുറകെ നടന്ന് പറയുക, സമൂസ വേണം സമൂസ വേണം സമൂസ വേണം. അവൻ ഇരിക്കാനും സമ്മതിക്കുന്നില്ല, നിൽക്കാനും സമ്മതിക്കുന്നില്ല, കിടക്കാനും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഇന്ന് സമൂസ ഉണ്ടാക്കാൻ പോവുകയാണ്. അതെ, നമ്മൾ ഇന്ന് സമൂസ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഗൈസ് നമ്മൾ. കൊടൂരമായ ആലങ്കാരികമായിട്ടൊന്നുമില്ല, ചിക്കൻ സമൂസ. അപ്പം നമ്മുടെ ഇക്കുവിന് വേണ്ടിയിട്ട്, ഇക്കു കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നത് കൊണ്ട് ഇക്കുവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുള്ള രീതിയിൽ ബാക്കി എല്ലാവരും അത് കഴിക്കും കേട്ടോ. എത്ര സമൂസ വേണം? ഒരെണ്ണം മതിയോ? ബാക്കി അപ്പൊ ഞങ്ങൾ എടുത്തോട്ടെ ഫുള്ള്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് സമൂസ ഉണ്ടാക്കിയാലോ? ഓക്കെ, എന്താ സമൂസയാടാ? ചിക്കൻ സമൂസ. പച്ചമുളകും നമ്മൾ പറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഈ മസാലയൊക്കെ ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, തക്കാളിയൊക്കെ നമുക്കിനി കട്ട് ചെയ്യാനുണ്ട്. മിച്ചുവും ഇക്കും എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആണ്, ഞാനും വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് സമൂസ വേണം? നേരെ എടുക്കലല്ലോ കേട്ടോ. നീ പോടാ, നിനക്കില്ലടാ. മിച്ചുനില്ല. നോ. ഗൈസ്, മിച്ചു പറയുന്നത് എന്തോന്ന് മനസ്സിലായോ? മിച്ചുവിന് അപ്പാപ്പം കൊടുക്കത്തില്ലെന്ന് പറയുമ്പോൾ മിച്ചു പറയുന്നത് മിച്ചൂന. അമ്മയില്ല, നിനക്കില്ല. മിച്ചുന് അമ്മയില്ല. മിച്ചുന് നോ, മമ്മ ഇല്ല. കാക്കു ആരിത് പറിച്ച നേരെ കൊച്ച. ഞാൻ തരത്തില്ല. മിച്ചുന് മമ്മ ഇല്ല. മമ്മ വേണോ? എന്നാ മാമിക്കുണ്ടോ? മിച്ചുന് മമ്മ ഉണ്ട്. നമ്മളിപ്പോ ഓൾറെഡി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ പുഴുങ്ങി വെച്ചേക്കുന്ന കിഴങ്ങ്. അതെ, ഉരുളക്കിഴങ്ങിന്റെ തൊലി കളഞ്ഞിരിക്കുന്നത് കുറച്ചേ എടുത്തിട്ടുള്ളൂ നമ്മൾ. ഉരുളക്കിഴങ്ങൊക്കെ. ചിക്കൻ നമുക്ക് കുറച്ചുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഒരുപാട് ഉണ്ടാക്കിയാൽ എന്തായാലും കഴിക്കത്തില്ല. ആവേശം മാത്രമേ ഉള്ളൂ. അതിനുള്ള കഴിപ്പ് ഇവിടെ കാണത്തില്ലെന്ന് നല്ലോണം അറിയാം. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള സാധനം ഇതുവരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ ഇറക്കിയിട്ടില്ല. അപ്പൊ അത് നേരെ ചെന്നെടുത്തോ. സമൂസ ഷീറ്റ് എടുത്തിട്ടില്ല ഇതുവരെ വെളിയിൽ. എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു ഷീറ്റ് എടുക്കണം എന്നുള്ള കാര്യം. ഞാൻ അപ്പം അതിനെ പറഞ്ഞു എടുത്തരാം. സമൂസ ഷീറ്റ് ഇത് നമുക്ക് പൊന്നാടെ കൊടുക്കും. എന്നോട് എടുത്തോണ്ട് തന്നെ പറഞ്ഞു, ഞാൻ എടുത്തോണ്ട് തന്നില്ലേ? എത്രയും ഉപകാരം ചെയ്തു തന്നല്ലോ. ഉണ്ടാക്കുന്നത് കഴിച്ചും കൂടെ തരണേ. ഇതാണോ ഒരു ഷീറ്റ് എന്ന് പറയുന്നത്? ഒരു ഷീറ്റ് 50 ഷീറ്റ് ഉണ്ട്. ഇതോ? ഗൈസ്, അപ്പോൾ ഇത് 50 ഷീറ്റ് ഉണ്ട് കേട്ടോ. 50 ഷീറ്റ്. ഇത് 50 നമ്മൾ എടുക്കുന്നുണ്ടോ? കല്യാണമാണല്ലോ, 50 എടുക്കാൻ. 50 എടുക്കുന്നില്ല, നമ്മൾ കുറച്ച്. നമ്മൾ ഈ ഐറ്റംസ് എടുത്തിരിക്കുന്ന വെച്ചിട്ട് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുന്നോ അത്ര എണ്ണം മാത്രം. അങ്ങനെ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചായിരുന്നോ? ഞാൻ റെസ്റ്റ് എടുക്കണം വിചാരിച്ചിരുന്നല്ല. അങ്ങനെ റെസ്റ്റ് എടുത്ത് ക്യാമറമാൻ മാത്രമായിട്ടിരുന്ന ശരിയാകത്തില്ലല്ലോ. ഞാൻ അങ്ങനെ റെസ്റ്റ് ഇത് സത്യം പറഞ്ഞാലേ നിന്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് അതുകൊണ്ടേ എനിക്കിന്ന് കുറേ ബുദ്ധിമുട്ടുകളാണ്. എന്റെ എല്ലാ ബുദ്ധിമുട്ടിലും നല്ലോണം സഹായിക്കണം കേട്ടോ. നിന്റെ എല്ലാ ബുദ്ധിമുട്ടിലും ഞാൻ സഹായിക്കണം. യെസ്. ആ ചോദ്യത്തിൽ തന്നെ എന്തൊരു ഭീഷണിയാണെന്ന് നിങ്ങൾ കേട്ടോ? ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ? ഓ അപ്പോൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ്റെ അകത്തോട്ട്
മസാല അത് മുളക് പൊടിയല്ലേ? മുളക് പൊടി മസാലക്കകത്ത് ചേരുന്ന മസാലയാണ് മസാല. മുളക് പൊടി പറഞ്ഞ കേൾക്കത്തില്ല നിന്റെ മാമി. മുളക് പൊടി പറ. മഞ്ഞപ്പൊടി ചീറ്റിപ്പോയി. മുളക് പൊടി, മഞ്ഞപ്പൊടി. അടുത്തത് കുറച്ച് മഞ്ഞപ്പൊടി. എന്ത്? കുറച്ച് കുരുമുളക്. കുറച്ച് ചതച്ച കുരുമുളക് അല്ലേ? പൊടിയുണ്ട്, പക്ഷെ പൊടി അടിയില്ല. അത് എടുക്കണമെങ്കിൽ കുറച്ച് പാടാം. കുറച്ച് മസാല. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, നീ തന്നെ തിന്നാ മതി. ഞാൻ തിന്നും. അല്ല നീ നേരത്തെ വെച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കേ. അല്ല ഉപ്പൊക്കെ ഇച്ചിരി കൂടുതൽ ഇട്ടോട്ടെ ചോദിച്ചോണ്ടേ ഒരു സംശയം. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ സ്പെഷ്യലായിട്ടുള്ള മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ നോർമൽ മസാല തന്നെ ചിക്കനകത്ത്. മുളക് പൊടി ഞാൻ പറയാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, ഗരം മസാല. ഗരം മസാല. ഇത്രയും സാധനം ഇട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേട്ടോ മിച്ചു? എന്തൊക്കെ ഇട്ടെന്ന് കേട്ടോ? മിച്ചു ഉപ്പിട്ടെന്ന് പറ. ഉപ്പ് ഉപ്പ്. മിച്ചുവിന്റെ നിക്കർ കിടക്കുന്നുണ്ടോ? നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിനെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട്. അല്ല ശരിയാണല്ലോ, ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിൽ എണ്ണ ഒഴിക്കില്ല. ഗ്യാസ് ഓൺ ചെയ്ത് അത് കത്തിച്ചിട്ട് അതിൻ്റെ അകത്ത് മറ്റേ സാധനം ഉണ്ടല്ലോ വട്ടത്തിരിക്കുന്ന കറുത്ത. അതെന്താന്ന് വെച്ചാൽ അടുപ്പി വെക്കുന്ന സാധനം, പാത്രം ഉണ്ടല്ലോ, ചീഞ്ചട്ടി. ഫ്രൈ പാന് അല്ലേ? അത് വെച്ചിട്ട് അതിനകത്ത് ഓയിൽ ഒഴിച്ചിട്ട് നീ പറഞ്ഞിട്ട് പോയാൽ മതി. ഓയിൽ ഒഴിച്ചിട്ട് പറ. ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിന്റെ ലൈറ്റർ കംപ്ലൈന്റ് ആയിപ്പോ അതപ്പോ ഷെഡിൽ കയറി. അപ്പൊ അത് വാങ്ങുന്നിടം വരെ നമ്മള് അത് വാങ്ങുന്നിടം വരെ നമ്മൾ ലൈറ്ററിലായിരിക്കും നമ്മുടെ അഭ്യാസങ്ങളെല്ലാം. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊരു കുരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഗൈസ്. ഗൈസ് അപ്പോൾ അടുപ്പ് കത്തിച്ചു, പാൻ വെച്ചു. അതിനുശേഷം ചൂടായപ്പോൾ എണ്ണ വയ്ക്കും. ആവശ്യത്തിനുള്ള എണ്ണ, ഒരളവും ഇല്ല. തോന്നിയതുപോലെ നമുക്ക് എത്രയാണോ താല്പര്യം അത്രത്തോളം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി എന്നിവ ചേർത്ത് മീൻ്റെ ഒക്കെ പരിഞ്ഞിട്ട് പോലെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ടല്ലേ? കൈ വെച്ചോ. ചിന്നു തగ్గടിക്കുന്നു കൈ വെച്ച് നോക്കാം. മിച്ചിന്റെ വായിക്കൂടി തന്നെ തുടയ്ക്കാൻ കൊണ്ടാ തുടയ്ക്കടാ. അപ്പോൾ എണ്ണ ചൂടായിട്ട് നമ്മൾ ചിക്കൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി ഇതിനെയൊക്കെ അങ്ങോട്ട് നമ്മുടെ വിൻസി പറഞ്ഞത് അതിന്റെ തൊട്ട കണ്ടില്ലടാ, അങ്ങോട്ട് അടിച്ച് പെരുവിക്കും അങ്ങോട്ട്. എന്നിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? ഇതെല്ലാം കൂടെ ഒരുമിച്ചിടാനുള്ളത്. ചിക്കനായോ? ചിക്കനായിരുന്നു നമ്മൾ മസാലയൊക്കെ പുരട്ടി കൊടുക്കാൻ വേണ്ടിട്ടത്. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്, ചിക്കൻ വെന്തോന്ന് ചോദിച്ചത്. ചിക്കൻ വെന്തില്ല. ചിക്കൻ വേകുമ്പോ എന്തോ മണി അടിക്കൂ. അതിങ്ങനെ വിളിച്ചു പറയൂ. ഹിന്ദിക്കൊക്കെ ഇട്ട് കാണിക്കും ചിക്കൻ ഞാൻ വെന്തൂന്ന്. എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞവർ ഇവിടെ ഇരിപ്പുണ്ടേ. ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതിന് നീ ഇക്കുനും മിച്ചിനും വേണ്ടല്ലേ ഉണ്ടാക്കുന്നേ? എന്ന് വെച്ചാൽ ഇപ്പൊ ഇക്കും മിച്ചും ആണല്ലോ മൊത്തം കഴിക്കാൻ പോകുന്നത്. ഒരു സമൂസ ഉണ്ടാക്കാൻ പോയത് ഇവിടെ ഫുള്ള് നേരം കണ്ടോ. എന്ത് വൃത്തിയൊക്കെ ഇതായിട്ടേക്കുന്നത്. ഇത് നിരന്നാണോ കിടക്കുന്നേ? ആണോ? എപ്പൊ തുടങ്ങുന്നു നാത്തും പോലെ. അങ്ങനെ വീഡിയോ എടുത്തോണ്ട് നിൽക്കാൻ നല്ല സുഖമാ. ഞാൻ ജോലി തരാം. വാ ചിക്കൻ വറക്കണ്ട, അത് ഞാൻ വറുത്തോളാം. അത്ര ബ്രഹ്മാണ്ട ജോലിയൊന്നും ചെയ്യണ്ട.
ഇത് ഷീറ്റ് ഇളക്കാം. എനിക്ക് സത്യം പറയട്ടെ ഇതിന്റെ പരിപാടി എനിക്ക് അറിയത്തില്ല. അപ്പം പഠിക്കണമല്ലോ. ആ കത്തി എടുത്തിട്ട് ഇത് മുറിക്കേ കീറത്. പോത്തിനെ അറക്കുന്ന പോലെ ഉണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിൽ പോത്തിന് ഇങ്ങനെ അറക്കുന്നത്. അപ്പൊ ഞാൻ അതിസാഹസ്യമായിട്ട് ഈ ഇതിന്റെ ഷീറ്റ് കീറിയോ ഷീറ്റിന്റെ കവർ കീറി എടുക്കാൻ പറ്റുമോ? വരുന്നില്ലല്ലോ. അതിസാഹസ്യമായിട്ട് ഏതാണ്ട് ചെയ്തെന്നല്ലേ പറഞ്ഞേ? ഇത്രയും കിട്ടിയോ? അയ്യോ സമൂസയുടെ ഷീറ്റ് ഇത്ര കിട്ടും. എങ്ങനെയാണ് എടുക്കുന്നത്? ഞാൻ അത് എടുത്തു തരാം. എന്നെ കൊണ്ട് പറ്റാതിരിക്കുമോ? അങ്ങനെ ഞാൻ അത് സമൃദ്ധമായിട്ട് നമ്മുടെ സാഹസ്യമായിട്ട് സമൂസ ഷീറ്റ് എടുത്തിരിക്കാം. പറഞ്ഞു വേറെ കുറച്ച്. ഇത് എത്ര കട്ടിയുള്ളൂ? അത് നിങ്ങൾക്ക് ഇത്ര കട്ടിയുള്ളൂ. താള് പോയിരിക്കുന്നു. ഇതിന് എന്താണ് ഓരോന്നായിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്യും. ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അതുകൊണ്ടാണല്ലോ ഞാനത് തന്നത്. ഒരു ഷീറ്റ് സെപ്പറേറ്റ് ചെയ്തു. സമൂസയുടെ ഷീറ്റ് ഞാൻ പൊട്ടി പോവാതെ ഞാൻ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. നമ്മള് പേപ്പറൊക്കെ എടുക്കത്തില്ല. അതാണ് ഇങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. അത് ഒടിക്കാതില്ല. എന്ത് ഇത് മാമച്ചി എന്താ ഊതിയൊക്കെ എടുക്കുന്നേ? അതല്ല സമൂസ ഷീറ്റ് എടുക്കുന്ന നാക്കൊക്കെ വെളി വരുന്നു. അപ്പോൾ നമുക്കിനി ശരിക്കും ഒരു ചെറിയ പണി കിട്ടാൻ പോകുന്നത് എന്താ പറയുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ അകത്തൊക്കെ ചെറിയ രീതിയിൽ എല്ലും കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി അതിനെ സെപ്പറേറ്റ് ചെയ്യണം അല്ലയോ? സെപ്പറേറ്റ് ചെയ്ത് അതിനെ മീറ്റ് മാത്രമാക്കി എടുത്തൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പിച്ചി കീറിയിടണം അല്ലേ? എന്താ ഗൈസ് സമൂസയും ചോദിച്ച അടുത്ത ആള് വന്നിട്ടുണ്ട്. ഗൈസ് ഇവ മണം അടിച്ചു വന്നേ. ചിക്കന്റെ മണം അടിച്ചാടാ. നിനക്ക് എത്ര സമൂസ വേണം? മാമ വരുന്ന സമൂസ കൊള്ളാമോ? നല്ലതായിരിക്കും. അല്ല ഇത് സൂപ്പറാണോ? അപ്പൊ മാമി ഉണ്ടാക്കട്ടെ കേട്ടോ. മാമി ഉണ്ടാക്കിയിട്ട് തരുവേ. വെയിറ്റ് ചെയ്യുവോ? കുറച്ച് നേരം വരുന്ന പപ്പ കണ്ടോ? ഗൈസ് പൊന്നാക്ക് ശരിക്കും പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമല്ല ഫുഡ് കഴിക്കുന്നതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. നേരത്തൊക്കെ എന്ന് പറഞ്ഞാൽ കേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. അത് കറക്റ്റ് ആയിരിക്കും. അതായത് ഇവക്ക് ഉണ്ടാക്കുന്നത് ഇവള് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് അറിയാം. അത് കാരണം അല്ലയോ? ചുമ്മാ കഴിച്ചിട്ട് നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പൊ നമ്മള് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് തണുത്തിട്ട് വേണം നമുക്ക് അതിന്റെ എല്ലുകളൊക്കെ ഊരി എടുത്തിട്ട് വേണം നമുക്കൊന്ന് കൃഷി എടുക്കാൻ. അപ്പൊ അതിനിടയ്ക്ക് സവാള, തക്കാളി, പച്ചമുളക്, പിന്നെന്തൊക്കെയാ അപ്പൊ ഈ വക സാധനങ്ങളെല്ലാം നമുക്ക് ഇതൊക്കെ ഇതിന്റെ അകത്തൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ നമ്മളൊരു കാര്യം മറന്നു കേട്ടോ. നമ്മള് വെളുത്തുള്ളിയുടെ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. പേസ്റ്റ് മേടിച്ച് വെച്ച പേസ്റ്റ്, അതായത് വെളുത്തുള്ളി പേസ്റ്റ് ഇരിപ്പണമെന്ന് വിചാരിച്ച് നമ്മൾ വെളുത്തുള്ളി എടുത്തില്ല. അപ്പോൾ പൊന്നെ എൻ്റെ കയ്യിൽ ഈ സവാള ഇളക്കാൻ തന്നിട്ട് പൊന്നെ ആണെങ്കിൽ വെളുത്തുള്ളി സെറ്റാക്കാൻ പോയി. സവാള വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ അതിനിടയിൽ വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും പേസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് സ്കിപ്പായി പോയ സാധനമായിരുന്നു. നമ്മൾ ഇതിനകത്തോട്ട് തക്കാളി, ആവശ്യത്തിനുള്ള തക്കാളി, പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സവാള ആദ്യം ഒന്ന് ചെറുതായിട്ട് വഴറ്റി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതിനകത്തോട്ട് തക്കാളി, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം, കുറച്ച് ഗരം മസാലപ്പൊടി, വളരെ കുറച്ച് മാത്രം. കുരുമുളക് പൊടി വേണോ? എരി വേണോ? കുരുമുളക് പൊടി വേണം. കുരുമുളക് ഇല്ലാത്ത നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കാൻ പാടില്ല.
നിയമമാ. ഇക്കൊരു കുരുമുളക് പൊടി ഇട്ട് കഴിക്കാൻ പറ്റും. ഇക്കുവിനെ ഇരിക്കത്തില്ലേ? പിന്നെന്താടാ നിന്റെ മാമച്ചി പറയുന്നത്? എനിക്ക് കുരുമുളക് പൊടി വേണം, നിനക്ക് കുരുമുളക് വേണ്ട? ഗൈസ് ഇക്കു ഒന്ന് ജസ്റ്റ് ഒന്ന് കളിച്ചതാ കേട്ടോ, റൗണ്ട് കറങ്ങി വീണ് കറി വരുന്നു. അതുകൊണ്ട് നമ്മൾ ഇക്കുവിന് 2 സമൂസ എക്സ്ട്രാ തരുവേ കേട്ടോ. നമ്മള് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പൊ ഈ സമയത്താണ് ചേർക്കുന്നത്. നമ്മൾ ഇക്കുവിന് എന്തുണ്ടാക്കാൻ മതി? പിസ്തയോ? ഇടി പിസ്തയാണോ ഉണ്ടാക്കുന്നത്? അപ്പൊ നമ്മൾ അതിനിടയ്ക്ക് ചിക്കൻ ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മിക്സിയിലിട്ട്. അപ്പോൾ നമ്മള് അത് ഞാനാട്ടോ അരച്ചത്. അപ്പൊ അത് കാരണം അത് അരഞ്ഞു പോയി. ഒരുപാട് അരഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റ് പാകത്തിനാണ് അരഞ്ഞേക്കുന്നത്. പക്ഷെ അരഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കി തരുന്ന മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ ഒക്കെ ഇട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ലയോ? സമൂസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പോയിട്ട് പൊന്ന ഉണ്ടാക്കി വെച്ച സമൂസയുടെ ഡിസൈൻ ഈ ഒരു ടൈപ്പിലെ സമൂസ ഞാൻ കണ്ടിട്ടില്ല. ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഇവള് ഉണ്ടാക്കാതിരുന്നിട്ട് മറന്നു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. സമൂസ ഷീറ്റ് എടുത്ത് ത്രികോണേ എന്ന് പറഞ്ഞ് മടക്കാൻ തുടങ്ങി. ഇത് ശരിക്കും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതല്ലേ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. പറയണ പൈസ ഉണ്ടോ? കാര്യം എടുത്തോണ്ട് ഇത് ഏത് നാട്ടിലെ സമൂസ? ഇത് നമ്മളപ്പോ ഫില്ലിങ്സ് എല്ലാം വെച്ച് ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ രണ്ടുപേരും ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. താജ്മഹൽ പണിഞ്ഞിട്ടുണ്ട് ഓരോ ഷീറ്റിലും. ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് എണ്ണയിലിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. കാരണം അകത്തെ ഫില്ലിങ്സ് ഒക്കെ നല്ലോണം വെന്തിരിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് എടുത്തിട്ട് ടൊമാറ്റോ സോസ് കൂട്ടി കറുമുറ അടിക്കുക അല്ലേ? കറുമുറ കഴിക്കാം. എണ്ണക്കകത്ത് കിടന്ന് കുളിച്ച് നല്ല എനിക്കുള്ള 5 റെഡിയേ. ഓഹോ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ബാച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് നേരെ നമ്മുടെ കിഴുത്ത പാത്രത്തിലേക്ക് ഇടാം. കിഴുത്ത പാത്രം. പിന്നെ കിഴുത്തുള്ള പാത്രം, കിഴുത്തില്ലാത്ത പാത്രം എന്ന് പറയാൻ പറ്റില്ല. നല്ല ക്രഞ്ചി ക്രിസ്പി ആയിട്ട് ഗൈസ്. അപ്പൊ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട് ഗൈസ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. അതെന്താ അറിയുമോ? അതെന്താ പറഞ്ഞറിയാമോ? ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞാൽ ഒറ്റയ്ക്ക് കഴിക്കാമല്ലോ അല്ലേ ഗൈസ്? അപ്പൊ പൊന്നാക്ക് ശരിക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓ, അത് മൊത്തം കടിച്ച്. അങ്ങനെയുണ്ട്? സൂപ്പറാണോ? അടിപൊളിയാണോ? സംസാരിക്കുക കൂടെ ചെയ്യടോ. അപ്പൊ നമുക്ക് ഇതിന് എല്ലാവർക്കും കൊണ്ട് കൊടുത്തിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്നറിയാം. എല്ലാവരും കാപ്പിയും സമൂസയും. ചൂടാ പൊള്ളിയാ? കൊള്ളാമോ? സൂപ്പറാണോ? എന്നാ മാമിയോട് താങ്ക്സ് പറ. നമുക്ക് മിച്ചപ്പനോട്ട് കൊടുക്കാവേ. മിച്ചിന്റെ സൂപ്പർ ഇഷ്ടപ്പെട്ടാ? ചിന്നുണ്ട് സൂപ്പറാണോ? ഐസ്. അപ്പോൾ ഇവിടെ മേളം നടക്കുന്നു. ഇവിടെ മത്സരം നടക്കുക.
സൂപ്പർ അല്ലേ ഗൈസ്. അപ്പോൾ സോസി മുക്കി സമൂസ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാം. ബൈ.